നമസ്കാരം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാൻമാറിലെ ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്കായി ഇടപെട്ടു. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാതയിൽ സംസ്ഥാനങ്ങൾ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധരാണ്. ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മ്യാൻമാറിലെ ഹിന്ദു സമൂഹം നേരിടുന്ന പീഡനങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മ്യാൻമാറിൽ നിന്നും കത്ത് ലഭിച്ചിരുന്നു. ഇതോടെയാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ പ്രശ്നങ്ങളിൽ ഇടപെട്ടത്. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി അതിൽ മ്യാൻമാറിലെ ഹിന്ദുക്കളെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് കത്തിലെ ആവശ്യം. ഈ കത്തിലെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കുകയും അതോടെ മ്യാൻമാറിലെ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയുമായിരുന്നു. മ്യാൻമാർ ഹിന്ദു യൂണിയൻ, ഇന്ത്യ ഫോർ മ്യാൻമാർ എന്നീ സംഘടനകളും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും വിദേശകാര്യ, ആഭ്യന്തര, പ്രതിരോധ മന്ത്രാലയങ്ങൾക്കും കത്തെഴുതിയത് സൈനിക അട്ടിമറിയുടെ പശ്ചാത്തലത്തിൽ 2021 സ്ഥാപിതമായ രണ്ട് സംഘടനകളും പട്ടാള ഭരണത്തിനെതിരെ രൂപീകരിച്ച നാഷണൽ യൂണിറ്റി ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവയാണ്. മനുഷ്യാവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, സാമൂഹ്യനീതി എന്നിവയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്തിന്റെ സർക്കാർ എന്ന നിലയിൽ മ്യാൻമാറിലെ ഹിന്ദു ജനത നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മ്യാൻമാറിലെ ഹിന്ദുക്കളുടെ ആഴത്തിലുള്ള വേരുകൾ തിരിച്ചറിയണമെന്നും മ്യാൻമാറിൽ നിന്നുള്ള ഹിന്ദുക്കൾക്കുള്ള OCI നയം പുനഃപരിശോധിക്കണമെന്നും രണ്ട് സംഘടനകളും ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ജനിച്ചതും വളർന്നതും മ്യാൻമാറിലാണെങ്കിലും 1982 പൗരത്വ നിയമം അനുസരിച്ച് അന്യഗ്രഹ ജീവികളും രണ്ടാം തരം പൗരന്മാരും ആണെന്ന തരത്തിലാണ് പരിഗണിക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭാരതത്തിന്റെ OCI നിയമം മ്യാൻമാറിലെ ഹിന്ദുക്കളെ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നയം പുനഃപരിശോധിക്കണം. മ്യാൻമാറിലെ ജനസംഖ്യയുടെ 5% താഴെയാണ് ഹിന്ദുക്കൾ. അതിൽ ഏറ്റവും വലിയ ഭാഗം തമിഴരാണെന്നും MH ചെയർപേഴ്സൺ മിൻ ഹേഴ്സൺ പറഞ്ഞു. ബാഗോ മേഖല, മോൺകെയ്ൻ, യാഗോൺ എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾക്ക് ഗണ്യമായ സാന്നിധ്യമുണ്ട്. പട്ടാള ഭരണകൂടം ഭയപ്പെടുത്തി സൈന്യത്തിൽ ചേർക്കാൻ ശ്രമിക്കുന്നതോടെ അഭയം തേടി ഭാരതത്തിലേക്കെത്തുന്നവർക്ക് താൽക്കാലികമായെങ്കിലും പാർപ്പിടവും ഭക്ഷണവും ഒരുക്കണം. രാജ്യത്ത് ജനാധിപത്യം തിരിച്ചെത്തിയാൽ ഹിന്ദുക്കൾക്ക് മ്യാൻമാറിലേക്ക് തന്നെ മടങ്ങാം. മ്യാൻമാറിൽ ഹിന്ദു സമൂഹത്തിന് സഞ്ചാരത്തിനും സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. കൃഷിഭൂമി കവർച്ച ചെയ്യപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിലും തടസ്സം നേരിടുന്നു. ഹിന്ദു സമൂഹത്തെ സംശയത്തോടെയും ശത്രുതയോടെയുമാണ് ഭരണകൂടം കാണുന്നത്. ഹിന്ദു നേതാക്കൾ പലപ്പോഴും നിരീക്ഷണത്തിലാണ്. ഉത്സവങ്ങളിലും മറ്റും ആക്രമണം നേരിടുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മ്യാൻമാറിലെ സൈനിക ഭരണകൂടവുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഭാരതം കർശനമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മ്യാൻമാറിൽ ജനിച്ച ഹിന്ദുക്കൾക്ക് പൗരത്വവും അനുബന്ധ അവകാശങ്ങളും കാലതാമസമില്ലാതെ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ഭാരത സർക്കാരിനാകുമെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു.